സ്കൂൾ ബസ് കയറിയിറങ്ങി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം മടവൂരിലാണ് സംഭവം. മടവൂർ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥിനിയായ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, സങ്കടപ്പെടുത്തുന്ന വിവരമാണ്. ആ കുട്ടി ഒരുപക്ഷെ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് സന്തോഷത്തിലായിരിക്കും, ആ സമയത്തായിരിക്കും അപകടമുണ്ടായത്. ആരും ശ്രദ്ധിച്ചില്ലേ? ആര്യ, സ്കൂൾ ബസ്സിൻ്റെ പിൻ ടയറാണ് ഈ കുട്ടിയുടെ ദേഹത്തൂടെ കയറിയിറങ്ങിയത്. കുട്ടി സ്കൂളിൽ നിന്നും മടങ്ങി വീടിന് മുന്നിൽ എത്തി സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയതിന് ശേഷം മറുഭാഗത്തേക്ക് കടന്ന് പിന്നിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ പിന്നിലത്തെ ടയർ ഒരു കല്ലിൽ തട്ടി കാൽ വഴുതി കുട്ടി ടയറിനടിയിലേക്ക് വീണു, ബസ്സിന് അടിയിലേക്ക് വീണു. ആ പിൻഭാഗത്തെ ടയർ കുട്ടിയുടെ ദേഹത്തു കൂടി കയറിയിറങ്ങി. ഈ പിൻഭാഗത്തെ ടയർ ആയതിനാൽ തന്നെ ഈ കുട്ടി സൈഡിലേക്ക് കടന്നു പോന്നിട്ടുണ്ടാകും എന്ന് കണക്കുകൂട്ടി എന്നാണ് ഡ്രൈവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായി തന്നെ കുട്ടിക്ക് ആ സമയത്ത് പരിക്കേറ്റിരുന്നു. അവിടെ നിന്നും തൊട്ടടുത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എങ്കിൽ കൂടി കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 4ാം ക്ലാസ്സുകാരിയാണ്, 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അതിനാൽ തന്നെ കുട്ടിക്ക് വേഗത്തിൽ ഈ ബസ്സിനെ മറികടന്നങ്ങ് പോകാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ബസ്സിൻ്റെ അടിയിലേക്ക് പോയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ വീടിന് തൊട്ട് മുന്നിൽ തന്നെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. കാൽ വഴുതി ഈ താഴേക്ക് വീഴുകയായിരുന്നു. കുട്ടിക്ക് ഈ വീണ ശേഷം വേഗത്തിൽ എണീക്കാനും കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആ പിൻഭാഗത്തെ ടയർ കയറിയിറങ്ങി. ഈ ഡ്രൈവർ മുന്നിലേക്ക് നോക്കി പോകുന്നതിനാൽ തന്നെ കുട്ടി കടന്നു പോയിട്ടുണ്ടാകും എന്ന് കരുതിയാണ് ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തത്. പക്ഷേ കുട്ടി അപ്പോൾ ഇവിടെ വീണ് കിടക്കുന്നത് ഈ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയാണ് ഈ ദാരുണമായ അപകടമുണ്ടാകുന്നത്. എന്തായാലും അവിടെ അപകടം നടന്ന അപ്പോൾ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ കൂടി ആ ശ്രമം വിഫലമായി എന്ന് പറയേണ്ടി വരും. കുട്ടിയുടെ ജീവൻ നഷ്ടമായി. കുട്ടിയെ ഇപ്പോൾ മോർച്ചറിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ആര്യ, ശരി, വളരെ സങ്കടപ്പെടുത്തുന്ന വിവരമാണ്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് സ്കൂൾ ബസ് തന്നെ കയറി ഇറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണേന്ദു മരിച്ചത്. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. അമൽ, എപ്പോഴായിരിക്കും ഈ ബസ് ഡ്രൈവറുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ്? ആര്യ, അല്പസമയങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ വാർത്ത വരുന്നത്. ബസ് ഡ്രൈവറുടെ അശ്രദ്ധ എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ചെറിയ കുട്ടിയാണ്, പിന്നിലേക്ക് നടന്നു പോയ ഒരു കുട്ടിയാണ്. അപ്പോൾ ഡ്രൈവർ മുന്നിലേക്ക് നോക്കി സ്വാഭാവികമായും കടന്നു പോകും. അപ്പോൾ ഈ കുട്ടി കടന്നു പോയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു. മാത്രമല്ല, ഈ കുട്ടി മറിഞ്ഞ് വീഴുന്നത് ഈ ഡ്രൈവർ കണ്ടിട്ടും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കല്ലിൽ തട്ടി കുട്ടി താഴേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ വാഹനത്തിൻ്റെ അടിയിലായിപ്പോയി. ഏകദേശം പകുതിയോളം ഭാഗത്ത് കുട്ടി വാഹനത്തിൻ്റെ അടിയിലേക്കായിപ്പോയി. അപ്പോഴേക്കും വാഹനത്തിൻ്റെ പിന്നിലത്തെ ടയർ വന്ന് കയറി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. മടവൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലായാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടം നടന്നപ്പോൾ തന്നെ ഈ വാഹനം കയറി ഇറങ്ങിയപ്പോൾ തന്നെ ആ നിമിഷത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അപകടം കഴിഞ്ഞപ്പോഴാണ് പക്ഷേ ആളുകൾക്ക് അത് കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് അത് മനസ്സിലായത്. അതിനുശേഷം വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കമെല്ലാം നടന്നുവെങ്കിൽ കൂടി അതൊന്നും വിജയം കണ്ടില്ല. ഈ കുട്ടിയുടെ ബന്ധുക്കളടക്കം എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. നമ്മുടെ രാഹുൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഈ ഡ്രൈവർ അടക്കമുള്ളവരോട് സംസാരിച്ചാൽ മാത്രമേ ഈ പരിസര പ്രദേശങ്ങളിൽ CCTV അടക്കമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഈ അപകടം എങ്ങനെ കൃത്യമായി സംഭവിച്ചു എന്നുള്ള, ഇപ്പോൾ അപകടം നടന്ന് ഇത്രയും സമയം മാത്രമേ ആകുന്നുള്ളൂ, അതിൻ്റെ ഒരു ഷോക്കിലാണ്, അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ആ നാട് ഒന്നാകെ ഉള്ളത്. അതിനാൽ തന്നെ അവിടുത്തെ ആളുകളോട് ഈ അപകടം എങ്ങനെ നടന്നു എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. ഇതിന് വളരെ കുറച്ച് ദിവസം മുൻപ് മാത്രമാണ് നമ്മൾ മറ്റൊരു വാർത്ത അങ്ങ് ഉത്തര കേരളത്തിൽ നിന്നും കേട്ടത്. അന്ന് ഇതുപോലെ തന്നെ കുട്ടി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നു. കുട്ടിയുടെ മുകളിലേക്ക് ആ വാഹനം മറിഞ്ഞ്, ഒരു ബസ് മറിഞ്ഞ് ഒരു മരണം സംഭവിച്ചതിൻ്റെ ഒരു ഞെട്ടൽ, അതിൻ്റെ ഒരു വിഷമം കേരളത്തിന് ഇതുവരെയും മാറിയിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും ഇപ്പോൾ ഒരു കുരുന്നിൻ്റെ കൂടി ജീവൻ നഷ്ടമാകുന്നതായിരിക്കും. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.